വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് മാച്ചുകളെ കുറിച്ചാണ്. ചിലപ്പോൾ ബാക്കിൽ നിന്ന് സൗണ്ട് വരും, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമ്പലത്തിൽ പാട്ടിട്ട സൗണ്ട് വരും. ഇപ്പോൾ പാട്ട് ഓഫാണ്, കുറച്ച് ഞാൻ പാട്ട് ഓൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ ഡിസ്റ്റർബ് ആവണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അത്ലറ്റിക് ക്ലബ് വേഴ്സസ് AS റോമ മാച്ചിലേക്ക് വരാം. ക്ലോഡിയോ റെനീരിൻ്റെ AS റോമ അത്ലറ്റിക് ക്ലബിനെ നേരിടുന്നു. ഫസ്റ്റ് ലെഗിൽ ഒരു ഗോളിൻ്റെ ലീഡ് ഓൾറെഡി AS റോമക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കളി നടക്കുന്നത് അത്ലറ്റിക് ക്ലബിൻ്റെ ഹോമിൽ വെച്ചിട്ടാണ്. അപ്പം ഹോം അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട് എന്ന് അറിയാം. ആർക്ക്? അത്ലറ്റിക് ക്ലബിന്. അവരൊരു സൂപ്പർ ടീമാണ് അത്ലറ്റിക് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. പ്ലസ് ഹോം അഡ്വാൻറ്റേജും കൂടെ വരുന്ന സമയത്ത് അവർ ഓൺ ഫയർ ആയിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. പിന്നെ ഇന്നലത്തെ മാച്ചിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമ്മൽസിൻ്റെ റെഡ് കാർഡായിരുന്നു. ഹമ്മൽസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള ഒരു സീസണാണ്. കാരണം ആള് കഴിഞ്ഞ വർഷം ബൊറൂഷ്യൻ്റെ ഒപ്പം നല്ലൊരു സീസൺ എൻജോയ് ചെയ്തു. UCL ഫൈനലിലെത്തി, നല്ല പെർഫോമൻസസ് ഒക്കെ ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പം ജർമ്മൻ ടീമിലേക്ക് കോള് കിട്ടുന്നില്ല. പിന്നീട് AS റോമയിലേക്ക് എത്തിയ സമയത്ത് മാനേജർമാർ മാറിക്കൊണ്ടേയിരിക്കുന്നു, മാച്ച് ബൈ മാച്ച്. അറിയാലോ, തുടക്ക സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മാനേജർമാരുടെ സാഗിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പിന്നീട് മാനേജർമാർ ആളെ പിക്ക് ചെയ്യാത്തൊരവസ്ഥ വരുന്നു. പാട്ട് കുറച്ച് സൗണ്ട് കൂടിയിട്ടാണ്. മാനേജർമാർ ആളെ പിക്ക് ചെയ്യാത്ത അവസ്ഥ വരികയാണ്. പിക്ക് ചെയ്യുന്ന സമയത്ത് ടെറിബിൾ പെർഫോമൻസസ് ആണ് ആൾ ഡെലിവർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പം ഇന്നും നടന്നിട്ടുള്ളത്. ആള് റെഡ് കാർഡ് കൺസീഡ് ചെയ്യാണ്, അങ്ങനെ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായത്. റെനിയറിൻ്റെ അപ്പത്തെ മുഖം കണ്ടാൽ അറിയാം, പണിപാളി. അത് തന്നെ പിന്നെ സംഭവിച്ചത്. പിന്നെ ബിൽബാവോ AS റോമൻ്റെ നെഞ്ചത്ത് കയറി 6 അടി തന്നെ പറയാം. എടുത്തു പറയേണ്ട പെർഫോമൻസ് നിക്കോ വില്യംസിൻ്റെ പെർഫോമൻസാണ്. അടിപൊളി പെർഫോമൻസ് ആൾ പുറത്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആളുടെ ഒരു കേർവിങ് ഷോട്ട് വാർ തട്ടി പോകുന്നുണ്ട്. അത് ഗോളാവുമായിരുന്നെങ്കിൽ ഒരു സംഭവമായിരുന്നേ. സൂപ്പർ അറ്റംപ്റ്റ് ആയിരുന്നത്. അതല്ലാതെ 2 ഗോള് നിക്കോ വില്യംസ് അവിടെ അടിക്കുന്നുണ്ട്. ഒന്ന് ഇനാക്കി ലെഫ്റ്റ് നേടുന്നൊരു ക്രോസ്, എനിക്ക് തോന്നുന്നു റോമൻ്റെ ഒരു മിസ് ക്ലിയറൻസ് എങ്ങാനുമാണ്. ആരത് ഹെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഫൈനലി അത് നിക്കോയിലേക്ക് എത്തുന്നു. നിക്കോ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് അത് പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റാണ്. റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് നല്ല ഗോളായിരുന്നു അവിടെ നിക്കോ അടിച്ചത്. പിന്നീട് അവരുടെ ലെഫ്റ്റ് ബാക്ക് ആണോ റൈറ്റ് ബാക്ക് ആണോ, ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള യൂറി ഗോൾ അടിക്കുന്നുണ്ട്. അവരുടെ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള നൂനസ് ഗോൾ അടിക്കുന്നുണ്ട്. ആൻഡ് ഒരു കിടിലൻ ഗോള് അവിടെ എഗെയിൻ നിക്കോ വില്യംസ് അടിക്കുന്നുണ്ട്. നിക്കോ പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് ബോക്സിൽ കയറി ഡിഫൻസിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് ആ ഗോൾ അടിക്കുന്നത്. അങ്ങനെ 4-1 ഒരു ഗംഭീര വിജയം ഹോമിൽ വന്നിട്ട് നമ്മുടെ അത്ലറ്റിക്കോ ബിൽബാവോ നേടിയെടുത്തുകൊണ്ട് യൂറോപ്പ ലീഗിൻ്റെ റൗണ്ട് ഓഫ് 8 പോവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് വിന്നാണ്. ഫസ്റ്റ് ലെഗ് തോറ്റിട്ടാണ് സെക്കൻഡ് ലെഗിൽ ഇത്ര നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് ആലോചിക്കണം. സോ പ്രോപ്പർ മെൻറ്റാലിറ്റി ഏണസ്റ്റോ വെൽവേർഡേൻ്റെ സൈഡ് അവിടെ കാണിച്ചു. സോ കൺഗ്രാജുലേഷൻസ് ടു അത്ലറ്റിക് ക്ലബ്ബ്. അവർ ഗ്രേറ്റ് ടീമാണ്. ഈ വർഷം യൂറോപ്പ് അടിക്കാനുള്ള വൺ ഓഫ് ദ ഫേവറേറ്റ് സൈഡാണ് അവരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അപ്പം അത്ലറ്റിക് ക്ലബിൻ്റെ മാച്ച് അവിടെ നിർത്തിയിട്ട് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ചിലേക്ക് പോകാം. യുണൈറ്റഡിൻ്റെ മാച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എക്സലൻറ്റ് മാച്ചായിരുന്നു. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മാച്ച് ആയിരുന്നു എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എടുത്തു പറയത്തക്ക പ്രശ്നമായിട്ട് ആരും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ യുണൈറ്റഡ് ജയിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് തോന്നും. പക്ഷേ ഇതെല്ലാ പ്ലെയേഴ്സും നല്ല രീതിക്ക് പെർഫോം ചെയ്തു എന്ന് പറയാം. അത് ഒനാന ടു ഹോയ്ലൻഡ് വരെ. ഇപ്പോൾ നമ്മൾ എപ്പോഴും കുറ്റം പറയാറുള്ള ഹോയ്ലൻഡിൻ്റെ പെർഫോമൻസ് എടുക്കാം. ഹോയ്ലൻഡ് ഓഫ് ദ ബോൾ ഇട്ട വർക്ക്, ഓൺ ദ ബോൾ ഇടാൻ ശ്രമിച്ച വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആളുടെ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഇമ്പ്രൂവ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളുടെ റൺസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്. ചില സമയത്ത് സർവീസ് കിട്ടാത്ത ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ആൾക്ക് ഒരു അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഫൈനലിൽ ഡാലോൻ്റെ ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഹോയ്ലൻഡാണ്. സോ ഹോയ്ലൻഡിൻ്റെ സൈഡിൽ നിന്ന് നല്ല പെർഫോമൻസ് ആകുന്നത്. നമ്മൾ കുറ്റം പറഞ്ഞ ആളാണല്ലോ, അപ്പോൾ നല്ലത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ കുറ്റം പറഞ്ഞതിനേക്കാളും ഒച്ചത്തിൽ പറയണം നല്ലത് പറയുമ്പോൾ. ഓക്കെ, അപ്പം നല്ല പെർഫോമൻസ് ആണ് അവിടെ ഹോയ്ലൻഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം യുണൈറ്റഡിൻ്റെ ബാക്ക് ത്രീ നോക്കുന്ന സമയത്ത് എയ്തൻ ഹെവൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അക്കാഡമിയിലേക്ക് വന്ന പ്ലെയറാണ്. ശരിക്കും പെട്ടെന്ന് ഫസ്റ്റ് ടീമിലേക്ക് വരുന്ന വിചാരിച്ചതല്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്താ പറയുക, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയാണ്. നല്ല മെച്യൂർഡ് പെർഫോമൻസ് എയ്ഡൻ ഹെവൻ അവിടെ പുറത്തെടുത്തു എന്നുള്ളതാണ്. സോ കൺഗ്രാജുലേഷൻസ് ടു എയ്ഡൻ ഹെവൻ. നല്ല പെർഫോമൻസ്, നീറ്റായിട്ടുള്ള പെർഫോമൻസ്. കഴിഞ്ഞ ഒരു മാച്ച് നോക്കുകയാണെങ്കിലും ആൾ കളിക്കുന്നുണ്ട്, അവിടെയും നല്ല രീതിക്ക് തന്നെ ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയറാണ്, വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അധികം വൈകാതെ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ടീമിലെ ഒരു നിറ സാന്നിധ്യമായിട്ട് ആൾ മാറട്ടെ.
പ്രതീക്ഷ തരുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. 18-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു സൈനായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അതും ഫസ്റ്റ് ടീമിലേക്ക് പെട്ടെന്ന് എഴുകി ചേരുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലെയർ. സോ വെൽ ഡൺ. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ച്? പാട്രിക് ദോർഗുവിനെ കുറിച്ച് സംസാരിക്കണം. ദോർഗുവും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ബ്രൂണോ ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പം അടിപൊളി പെർഫോമൻസ് ഡോർഗു ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഡോർഗു കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഇമ്പാക്റ്റാണ് നടത്തുന്നുണ്ട് ഡിഫെൻസീവ്ലി ആൻഡ് ഒഫെൻസീവ്ലി. ആളുടെ ക്യാരീസ് അടിപൊളിയാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ആളൊരു റെഡ് കാർഡ് നമ്മുടെ ആർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്, റയൽ സോസിഡാഡിന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, ആൾ ഒരു പെനാൽറ്റി നേടിയെടുത്തു. അതാണ് ബ്രൂണോ സ്കോർ ചെയ്യുന്നത്. അതൊരു പെനാൽറ്റി ആണോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ആള് വേറൊരു പെനാൽറ്റി അവിടെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ മൂപ്പരനെ പോയി പറഞ്ഞു പെനാൽറ്റി അല്ല, അത് തരല്ലേ എന്ന് നമ്മുടെ പാട്രിക് ദോർഗുവിനെ റഫറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ ഒരു പ്ലെയർ പോയി പറയേണ്ട ഒരു അവസ്ഥ. ആ പെനാൽറ്റിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് നാണക്കേടാന്ന് തോന്നുന്ന അവസ്ഥ. അപ്പം അത്രയും മോശമാണ് റഫറി ഭയങ്കര മോശമായിരുന്നു. ആളുടെ ഡിസിഷൻസ് ചുമ്മാ മഞ്ഞക്കാട് കൊടുക്കുന്നു. സോസിഡാഡിൻ്റെ പ്ലേയേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും ചുമ്മാ മഞ്ഞക്കാട് കൊടുക്കുന്നു. അതേപോലെ അവിടെ ദോർഗു നേടുന്ന പെനാൽറ്റി ഉണ്ടല്ലോ, അതായത് ദോർഗു ബോൾ എടുത്ത് പോകുന്നു, നേരെ പ്ലെയർ ഇടിക്കുന്നു, അത് പെനാൽറ്റി കൊടുക്കുന്നു. അതൊരു പെനാൽറ്റി ഇല്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ കുറേ ഒപ്പീനിയൻസ് നോക്കിയപ്പോഴും പലരും പറയുന്നത് അതൊരു പെനാൽറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലാണ്. അത് ഒരു പെനാൽറ്റികളിൽ ഉണ്ടെന്ന് പേഴ്സണലി എനിക്കും തോന്നുന്നില്ല. എനിവേ അത് അലോ ചെയ്തു, പെനാൽറ്റി അലോ ചെയ്തു. അത് ബ്രൂണോ ഗംഭീരമായിട്ട് സ്കോർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പെനാൽറ്റി ഇൻസിഡൻറ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓയിലൻഡിനെ ഫൗൾ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ബ്രൂണോ ഫെർണാണ്ടസ് കൺവേർട്ട് ചെയ്യുന്നു. അതേസമയം മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ സോസിഡാഡ് ലീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതും ഒരു പെനാൽറ്റി ആയിരുന്നു. അത് ആരാണ്? മാത്തിയാസ് ഡിലൈറ്റ് എനിക്കൊന്ന് ഒയാർസബാലിനെ ഫോളോ ചെയ്യുന്നെങ്ങാനുമാണ്. അത് അവർ കൺവേർട്ട് ചെയ്തു. പിന്നെ നല്ല രീതിക്കാണ് അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെസ്പോണ്ട് ചെയ്തത്. അതിലെടുത്ത് പറയേണ്ടത് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെർഫോമൻസ്. 2 പെനാൽറ്റികൾ ഭംഗിയായിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് മാച്ച് അവസാനിക്കുന്ന സമയത്ത് നല്ലൊരു ഗോൾ അടിച്ചു. അടിപൊളി ഗോളാണ് ബ്രൂണോ അടിച്ചിട്ടുള്ളത്. സോ റെസ്പെക്റ്റ് കൊടുക്കണം. നല്ല രീതിക്ക് ആൾ ഡെലിവർ ചെയ്തു. ഒരു ക്യാപ്റ്റൻ്റെ മെൻറ്റാലിറ്റിയും പെർഫോമൻസസൊക്കെ ഇന്നലത്തെ മാച്ചിൽ ആൾ വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു ഹാട്രിക്ക് നേടുക, അതും 2 ഗോൾ പെനാൽറ്റിയിൽ നിന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായുള്ള സംഭവം. അത് ബ്രൂണോ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു. നല്ല വർക്ക് ഇന്നലെ എടുത്തു. പിന്നെ ഗർണാച്ചോൻ്റെ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗർണാച്ചോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സിർക്സി സൂപ്പറായിരുന്നു. സിർക്സിൻ്റെ അടുത്ത് ഒരു ഗോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാച്ച് 100% സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് പോയേനെ. സിർക്സി നല്ല പണി എടുത്തിട്ടുണ്ട് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ. ആളുടെ ഡ്രിബിൾസും കാര്യങ്ങളും ആൾ പാസ് കൊടുക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. സോ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആൾ നല്ല രീതിക്ക് അഴകി ചേർന്ന് വരുന്നുണ്ട്. തുടക്കം മുതൽ ഈ ഒരു സിസ്റ്റത്തിൽ പ്രോപ്പറായി ഫിറ്റ് ആവുന്ന എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണ് സിർക്സി. പിന്നെ അതിൻ്റെ ഇടയിൽ പ്രതീക്ഷ കുറച്ച് പോയേനെ, കാരണം ആൾ 30-ാം മിനിറ്റിൽ സബ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വന്നല്ലോ. അപ്പം ഇനി സെറ്റ് ആവുമോ, ആളുടെ കോൺഫിഡൻസ് ലെവൽ എന്താവും എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആൾ സെറ്റായി വരുന്നുണ്ട്. എനിവേ ഇനി നല്ല പെർഫോമൻസ് ആളെ സൈഡിൽ നിന്ന് വരട്ടെ. അപ്പോൾ യുണൈറ്റഡിൻ്റെ അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് പ്ലേയേഴ്സ് എല്ലാം നല്ല രീതിക്ക് ഡെലിവർ ചെയ്തു. മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് ആരൊക്കെയാണ് അവിടെ? ഇപ്പോൾ ബ്രൂണോ ആണെങ്കിലും പിന്നെ കാസമിറോനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് കാസമിറോ കളിച്ചു. അടിപൊളിയായിട്ട് കാസമിറോ ഡെലിവർ ചെയ്തു. സോ ക്രെഡിറ്റ്സ് കൊടുക്കണം. കാസമിറോ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്, ആൾക്ക് പഴയ പേസ് ഇല്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം നെഞ്ചെന്നും കാലിന്നുമായിട്ട് എടുത്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ആ ഒരു പാഷൻ എടുത്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് യുണൈറ്റഡിന് വേണ്ടിയിട്ട് മിഡ്ഫീൽഡ് നല്ല രീതിക്കുള്ള ഫൈറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിക്ക് ആൾ പാസ് ചെയ്യുന്നുണ്ട്, ഡിഫെൻസീവ്ലി കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ നല്ല പെർഫോമൻസ് കാസമിറോൻ്റെ സൈഡിൽ നിന്ന് വരികയാണ്. കാസമിറോ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ടീമിന് വേണ്ടി പെർഫോം ചെയ്യും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. എനിവേ അടുത്ത സീസണിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സീസണൊക്കെ ആയിട്ട് ക്ലബ്ബ് വിടേണ്ട ഒരു പ്ലെയറാണ്. സോ ലാസ്റ്റ് ടൈംസിൽ ആൾ നല്ല രീതിക്ക് ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ, ഈ ഒരു ഇഞ്ചുറി ക്രൈസിസിൽ നിൽക്കുന്ന സമയത്ത് സോ നമ്മൾ എന്തായാലും ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ കോളിയർ സബ്ബായിട്ട് വരുന്നുണ്ട്, കോളിയറും നന്നായിട്ട് കളിക്കുന്നുണ്ട്. കോളിയർ സബ്ബായിട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും ആൾക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ്? പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ മാസറോയിനെ കുറിച്ചാണ്. മാസറോയി നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഡീലൈറ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട്.
അതുപോലെ ഡാലോ ഫൈനലി ഒരു ഗോളും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. സോ ഡാലോനെ സംബന്ധിച്ചിടത്തോളം മൂപ്പരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്ന തരത്തിലുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. സോ ടോട്ടലി ടീം വെരി വെൽ ഡൺ എന്ന് പറയാം. യുണൈറ്റഡിൻ്റെ സൈഡ് നോക്കുന്ന സമയത്ത് വെൽ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് വിക്ടറി, അതും ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് അവരുടെ ഹോമിൽ വെച്ച് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. സോസിഡാഡ് അത്ര മോശം സൈഡൊന്നുമില്ല, നല്ല സൈഡാണ് സോസിഡാഡ്. ഇപ്പോൾ കുബോനൊക്കെ അവർ കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ ബ്രൈസ് മെൻഡസിന്, ഓർസബലിന്, ഇവരൊക്കെ ഭയങ്കര ത്രെറ്റനിങ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല, പക്ഷേ യുണൈറ്റഡ് അതൊക്കെ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. സോ അവിടെ റൂബൻ അമോറിമിനും കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലും ഒരു 4-1 വിക്ടറി അവിടെ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. തട്ടിക്കൂട്ട് വിക്ടറി ഒന്നല്ല, ഒരു പ്രോപ്പർ വിക്ടറി, പ്രോപ്പർ ഡോമിനേറ്റിംഗ് വിക്ടറി നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. സോ ക്രെഡിറ്റ്സ് നമ്മൾ റൂബൻ അമോറിം എന്ന മനുഷ്യനും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ് സി ഈ ഒരു ജേണി എങ്ങനെ പോകും. അടുത്ത മാച്ച് അവർക്ക് ലിയോണായിട്ട് വരുന്നത് യൂറോപ്പിൽ. സോ ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലിയോണായിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി ടീമാണ് അവർ. സോ അതൊക്കെ എന്താവും എന്നുള്ള നമ്മൾ കണ്ടറിയേണ്ടതാണ്. പിന്നെ മറ്റുള്ള മാച്ചുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ചെൽസി 1-0 ജയിക്കുന്നുണ്ട്. ചെൽസി ഫസ്റ്റ് ലെഗ് 2-1 കയറി കൂടിയതാണ്. ഇപ്പോഴത്തെ ലെഗിൽ അവർ 1-0 ജയിച്ചു. ഇനി കയറി കൂടിയെന്ന് പറയാം. ആ ഗോൾ അടിക്കുന്നത് ഡ്രൂസ്ബറി ഹോളാണ്. നല്ലൊരു സോളോ ഗോൾ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. 2-3 പ്ലേയേഴ്സിനെ നൈസായിട്ട് ടേക്ക് ഓൺ ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. ഇനി നല്ല ഗോളായിരുന്നു ഡ്രൂസ്ബറി ഹോളിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്പേഴ്സ് കയറി കൂടുന്നുണ്ട്. സ്പേഴ്സിൻ്റെ മാച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 3-1 വിജയം അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. അവരുടെ തുടക്കത്തിൽ വന്നൊരു ഇഞ്ചുറായിട്ട് കുറേ പുറത്തിരുന്നൊരു പ്ലെയർ ഉണ്ടെന്നല്ലോ, പേര് ഞാൻ മറന്നുപോയി. ആളാണ് 2 ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. മാഡിസൺ 1 ഗോൾ അടിക്കുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റിസൾട്ടാണ്. കാരണം ഫസ്റ്റ് ലെഗ് തോറ്റിട്ടാണ് സെക്കൻഡ് ലെഗിലേക്ക് വരുന്നത്. സെക്കൻഡ് ലെഗിൽ അവർ കാര്യങ്ങളെല്ലാം തിരിച്ചു നല്ലൊരു കംബാക്ക് നടത്താൻ അവിടെ സ്പേഴ്സിന് കഴിഞ്ഞു. അപ്പോൾ അത് ആശ്വാസം നൽകുന്ന ഒരു വിക്ടറിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെഗ് ആരായിട്ടാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സോ സ്പേഴ്സും നന്നായിട്ട് കളിച്ചു. പിന്നെ ലാസിയോൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു സമനില ആണ് ലാസിയോക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ ലാസിയോ നെക്സ്റ്റ് ലെഗിലേക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിയോൺ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, ഫ്രാങ്ക്ഫർട്ട് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ യൂറോപ്പ ലീഗ് മാച്ചിനെ കുറിച്ചും പിന്നെ ചെൽസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത്രയാണുള്ളത്. ഞാൻ മറന്നുപോയത് ഫെനർബാഹിനെ കുറിച്ച് പറയാനാണ്. ഫെനർബാഷ് വേഴ്സസ് റേഞ്ചേഴ്സ് മാച്ച്, അത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മാച്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെഗിൽ ഫെനർബാഷെ തോറ്റിട്ടാണ് വരുന്നത്, 3-1 തോറ്റിട്ടാണ് വരുന്നത്. സെക്കൻഡ് ലെഗിലേക്ക് വരുന്ന സമയത്ത് 2 ഗോളൊക്കെ അടിച്ചിട്ട് അവർ 3-3 എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ മാച്ച് പെനാൽറ്റിയിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ പെനാൽറ്റിയിൽ കാര്യങ്ങളെല്ലാം തലകുത്തനായി. 2 കിക്കാണ് അവർ മിസ് ചെയ്തത്, ഫെനർബാഷെ മിസ് ചെയ്തത്. ടാഡിച്ചും വേറൊരു പ്ലെയർ മിസ് ചെയ്തു. അതേസമയം റേഞ്ചേഴ്സിൻ്റെ ഒരു പ്ലെയർ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാഗി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അതാണ് ഉണ്ടായത്. സോ ഹോസെ മൗറിഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താ പറയുക, യൂറോപ്പിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇക്കുറി കഴിയുന്നില്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഹോസേൻ്റെ ടീം യൂറോപ്പിൽ കളിക്കുമ്പോൾ നമുക്ക് വേറൊരു ഹോപ്പാണ്. ഹോസെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ഹോസെ ഒരു മിറാക്കിൾ കാണിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക്. പക്ഷേ അവർ ഭയങ്കര ദയനീയമായിട്ടാണ് ഇപ്പോൾ ക്വാർട്ടറിൽ പുറത്തായിട്ടുള്ളത്. ടോട്ടലി നല്ല മാച്ചായിരുന്നു. ഞാൻ അതിൻ്റെ എക്സ്ട്രാ ടൈം മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അറ്റാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കയോട്ടിക്കായുള്ളൊരു മാച്ചായിരുന്നു. എനിവേ ഹോസേൻ്റെ ടീം പോയി. റേഞ്ചേഴ്സാണ് അടുത്ത റൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത്. സോ ലെറ്റ് സി അടുത്ത റൗണ്ടിൽ നിന്ന് റേഞ്ചേഴ്സ് അഡ്വാൻസ് ചെയ്യുമെന്ന്. ഫിക്സേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.